Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മളുടെ അതിരൂപതയ്ക്ക് വേണ്ടി തൃശ്ശൂർ മൈനസ് സെമിനാരിയിലെ സെക്കൻഡ് ഇയേഴ്സ് തേർഡ് ഇയേഴ്സ് അവരെ അക്കാഡമിക് ഇയറിന് മുൻപായിട്ട് ഒരു 2 ദിവസം വചനത്തിൻ്റെ മുൻപിൽ ശരിക്കും ധ്യാനാത്മകമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. നാളെ വചനത്തിൻ്റെ ശുശ്രൂഷകരാകേണ്ട വൈദികരാകേണ്ട ബ്രദേഴ്സാണ് ഇന്ന് നമ്മളോട് വചനം പറയുന്നത്. നമുക്ക് അവരെ ശ്രവിക്കാം. മത്തായി 9:37 അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം വേലക്കാരോ ചുരുക്കം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 1 തിമോത്തിയോസ് 4:9 വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശയ്യാ പ്രവചനം 59:1 രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരങ്ങൾ കുറുകി പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഫിലിപ്പി 1:21 എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:11 തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും ഈ ദിവസങ്ങൾ 2 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് തുടങ്ങുന്നു, പിറ്റേ ദിവസം വൈകിട്ട് അവസാനിക്കുന്നു. അപ്പോൾ ശരിക്കും ഇവരൊക്കെ എങ്ങനെയാണ് സ്തുതിക്കും പ്രാർത്ഥന നമ്മുടെ ഇവരുടെ ഒരു സൈലൻസിനൊക്കെ ഒരു പ്രാമുഖ്യം കൊടുത്തിട്ടുള്ള ഒരു ഫോർമേഷൻ രീതിയാണല്ലോ. പക്ഷെ നവീകരണ ശുശ്രൂഷയോടൊക്കെ എങ്ങനെയാണ്, പക്ഷേ തീപന്തങ്ങൾ പ്രിയ സഹോദരങ്ങളെ, അതായത് ഒരു സ്തുതിക്കുന്നു, ഭാഷാവർത്തി സ്തുതിക്കുന്നു, പിന്നെ യേശുവെ എന്ന് ഉറക്കെ വിളിക്കുന്നു. അങ്ങനെ വലിയ തീക്ഷ്ണതയോടുകൂടി ഈ വചനങ്ങളെല്ലാം പറയപ്പെടുന്ന ഓരോ വചനങ്ങളും വാഗ്ദാനങ്ങളായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ 3-4 വചനമാണ് ഞങ്ങൾ പറഞ്ഞതെങ്കിലും ശരിക്കും ഓരോരുത്തരും ഞങ്ങളുടെ റിട്രീറ്റിൻ്റെ ശുശ്രൂഷയിൽ ഞങ്ങൾ ഓരോരുത്തരും ഓരോ വചനം പറയുമായിരുന്നു. ആ വചനമൊക്കെ വാഗ്ദാനമായിട്ട് ഈ മക്കളിൽ നിറയുന്നത് കണ്ടുകൊണ്ടാണ് അവരത് പറഞ്ഞത്. നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് നമ്മുടെ നാളത്തെ സഭയെ നയിക്കാൻ തീഷ്ണമതികളായിട്ടുള്ള വൈദികാർത്ഥികളെ സ്വർഗം നമുക്ക് തരുന്നു എന്നതിനെ പ്രതി നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.